പെർഫ്യൂംസ് ഡേ മാർലി ഈ ഒരു ബ്രാൻഡിൽ ഞാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു പെർഫ്യൂമാണ് പെർഫ്യൂംസ് ഡേ മാർലി ഗ്രീൻലി. അതിന്റെ മെയിൻ കാരണം ഫ്രഷ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് പെർഫ്യൂമിനോടുള്ള എൻ്റെ ഒരു താല്പര്യം. അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന നോട്ട് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ഗ്രാനി സ്മിത്ത് ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ ഒരു നോട്ട് എനിക്കിഷ്ടമാണ് ആ ഒരു നോട്ട്. അപ്പം കൂടുതൽ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു നീഷ് സ്മെല്ലിനേക്കാൾ കുറേയധികം ഡിസൈനർ സൈഡിലേക്കാണ് അതിൻ്റെ മണം. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും രൂപ കൊടുത്ത് ഒരു 10-15,000 രൂപ മുടക്കി ഒരു ഡിസൈനർ ലെവലിൽ മണമുള്ള ഒരു പെർഫ്യൂം നീഷ് എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം എങ്ങനെയാണെങ്കിലും അതിൻ്റെ ഡീക്കൻ്റ് ഒന്ന് വാങ്ങിക്കളയാമെന്ന് കരുതിയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡീക്കൻ്റ് വാങ്ങിയത്. പക്ഷെ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മെയിനായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ലോങ്ജിവിറ്റി ഇല്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തു. ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ലോങ്ജിവിറ്റി എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. പ്രൊജക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഇത് വാങ്ങണോ വേണ്ടയോ, എന്നാൽ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയും പൈസ മുടക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള തോന്നൽ കാരണം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫ്രഞ്ച് അവന്യൂടെ എതർ എക്സ്ട്രേറ്റ് ഡി പെർഫ്യൂം ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. കുറേയേറെ റിവ്യൂ കണ്ടു. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലോൺ ആണെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള മണമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്ലോണിനേക്കാൾ ഉപരി അതിൻ്റെ ഒരു വേറൊരു പതിപ്പ്, സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ ഇറക്കിയ ഒരു പതിപ്പാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആകെ അറിയാവുന്നത് ഈ ഗ്രീൻലി മാത്രം, ഒറിജിനൽ മാത്രം ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മണവും എത്രത്തോളം സിമിലർ ആണെന്നും പെർഫോമൻസ് എങ്ങനെയാണെന്നും ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം. ഇതിൻ്റെ പെർഫോമൻസ് എനിക്കറിയാം. ഇതിൻ്റെ ടോപ്പ് നോട്ട് ഞാൻ ആദ്യം ഗ്രീൻലിയുടെ നോട്ട് പറയാം. ഗ്രീൻലിക്ക് വരുന്നത് ഗ്രീൻ ആപ്പിൾ, പച്ച നിറത്തിലുള്ള ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ, ബെർഗമോട്ട്, മാൻഡറിൻ ഓറഞ്ച്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ പെറ്റിറ്റ് ഗ്രീൻ, സീഡാർ, കാശ്മീരൻ, പൊമറോസ്, വയലറ്റ്. ബേസ് നോട്ടിൽ വരുമ്പോൾ ഓക്മോസ്, മസ്ക്, ആംബർവുഡ്. ഇത്രയൊക്കെയാണ് എൻ്റെ നോട്ട്. ഇതിൻ്റെ എക്സാക്ട് സെയിം നോട്ട് തന്നെയാണ് ഈ ഏതർ എക്സ്ട്രീറ്റിലും കൊടുത്തിട്ടുള്ളത്. ടോപ്പ് നോട്ട് പറയാം. ഗ്രീൻ ആപ്പിൾ, ബെർഗമോട്ട്, മാൻഡറിൻ ഓറഞ്ച്. മിഡിൽ നോട്ട് സീഡാർ, പെറ്റിറ്റ് ഗ്രീൻ, കാശ്മീരൻ, വയലറ്റ്. ബേസ് നോട്ടിൽ വരുമ്പോൾ മസ്ക്, ഓക്മോസ്, ആംബർവുഡ്. സെയിം നോട്ട്, ഒരു വ്യത്യാസമില്ല. ഇത്രയും കൃത്യമായിട്ട് അതേ നോട്ട് വെച്ച് ഇറക്കിയ ഒരു സാധനം. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെർഫ്യൂം. പേഴ്സണലി ഞാൻ ഒരെണ്ണം വാങ്ങും എന്തായാലും. ഇത് നോക്കിയിട്ട് വേണം അത് വാങ്ങണോ വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓക്കെ, ഞാൻ ഈ ബോട്ടിൽ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോക്സാണ്. ഒരു കാർഡ്ബോർഡ് അല്ല, കട്ടിയുള്ള മെറ്റീരിയലാണ്. ഒരു കാഴ്ചയിൽ ഒരു പുതിയൊരു മൊബൈൽ വാങ്ങുമ്പോൾ ഒരു ബോക്സ് പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിറകിൽ എക്സ്ട്രാ ഡേ പെർഫ്യൂം എന്ന് കൊടുത്തിട്ടുണ്ട്. നോട്ടും കാര്യങ്ങളും, ബാച്ച് കോഡ്, മുകളിലൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പ്ലാസ്റ്റിക് ആണോ കാർഡ്ബോർഡോ എന്നറിയില്ല, പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ജ്വല്ലറി ബോക്സ് പോലെയാണ് ഡിസൈൻ. കാരണം ബോട്ടിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ബോട്ടിൽ കണ്ട് ഒരു ചപ്പിച്ചിളങ്ങിയ ഒരു ബോട്ടിൽ ഡിസൈൻ കൊള്ളാം കേട്ടോ. നല്ല ഒരു ബോട്ടിൽ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ചില വീഡിയോയിലൊക്കെ കാണുന്ന വിസ്കിയുടെ ഒക്കെ ബോട്ടിൽ പോലെ ബോട്ടിൽ കൊള്ളാം. ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ്. ഇവിടെ ഗോൾഡൻ ഫിനിഷ്, മുകളിലൊന്നുമില്ല. ഇവിടെ ഫ്രഞ്ച് അവന്യൂടെ സിമ്പിൾ. ക്യാപ്പ് ഒരു പ്ലാസ്റ്റിക് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെയും ഫ്രഞ്ച് അവന്യൂ കൊടുത്തിട്ടുണ്ട്, സൈഡിലൊന്നുമില്ല. ഇത്രയാണ്. ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രേയർ വലിയ ഇതില്ല. ഇവിടെ നമ്മൾ ഒറിജിനൽ ഗ്രീൻലി ഉപയോഗിച്ചു. ഇവിടെ എതർ. ഓക്കെ, ഇപ്പം രണ്ട് സെറ്റായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 97-98% രണ്ടും ഒരുപോലെയാണ്. ഗ്രീൻലി ഒറിജിനൽ അടിച്ച് നോക്കി ഇടത്തെ കയ്യിൽ ഇതും ട്രൈ ചെയ്താൽ മാത്രമേ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റൂ. അത് നിങ്ങൾ മൂക്കിൽ വെച്ച് ഉരച്ചു നോക്കണം.
അത്രയ്ക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ചിന്തിച്ചെടുത്താൽ മാത്രമേ കിട്ടൂ. എയറിലും അടിക്കുമ്പോഴും രണ്ടും സെയിം ആണ്. എന്തിനു പറഞ്ഞു, ഇപ്പോൾ ഗ്രീനിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം അടിച്ചിട്ട് പോയി അതാണ് ഉറപ്പായിട്ടും പറയും, നീ പെർഫ്യൂംസ് ഡേ മാർലി ഗ്രീനിൽ യൂസ് ചെയ്തോ അടിച്ചോ സ്പ്രേ ചെയ്തോ ഉറപ്പായിട്ടും ചോദിക്കും. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് സ്മെല്ല് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇത് കുറച്ചും കൂടി ഒരു ഫ്രൂട്ടി സ്വീറ്റ് ആയിട്ട്, ഇത് കുറച്ചും കൂടി അല്പം ഒരു ഫ്രഷ് സൈഡിലാണ്. പക്ഷെ രണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത് നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പെർഫ്യൂംസ് ഡേ മാർലി ഗ്രീനിയുടെ അതേ സ്മെല്ല് തന്നെയാണ്, 98% കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും ലോങ്ജിവിറ്റിയും നോട്ടും എത്രത്തോളം മാറുന്നുണ്ട്, ഡ്രൈ ഡൗൺ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഗ്രീനിന്റെ ഡീക്കൻ്റ് ഇന്ത്യയിലുണ്ട്. രണ്ടും ഞാൻ കമ്പയർ ചെയ്തു, ബോഡിയിലും ക്ലോത്തിലും അടിച്ചു. അപ്പോൾ കിട്ടിയ പെർഫോമൻസും കാര്യങ്ങളും സ്മെല്ലും. ആദ്യം മണം ഞാൻ പറയാം. മണം ഇത് ശരിക്കും ഗ്രീൻ ആപ്പിളിൻ്റെ മണമാണ്. പച്ച നിറത്തിലുള്ള ആപ്പിളല്ലേ, അതിൻ്റെ ഒരു ഫ്രഷ്ലി കട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ആപ്പിൾ സ്മെൽ. ആപ്പിൾ ജ്യൂസ് അത് എക്സ്ട്രാക്ട് ചെയ്ത് അത് പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സത്ത്, ആ ഒരു ജ്യൂസ്, പ്യൂറായിട്ടുള്ള ജ്യൂസ്, ഗ്രീൻ ആപ്പിൾ ജ്യൂസ്. അതിൽ അല്പം പുതിനയില അല്ലെങ്കിൽ ഹെർബൽ ആയിട്ടുള്ള കുറച്ച് ചെടിയില അല്ലെങ്കിൽ ഹെർബൽ ആയിട്ടുള്ള കുറച്ച് നോട്ടുകൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന മണമാണ് ശരിക്കും ഇതിൻ്റെ മണം. അപ്പോൾ ഓപ്പണിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ടി ഗ്രീൻ ആപ്പിൾ സ്മെല്ല് കിട്ടും. ഒപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്മോസിൻ്റെയും പിന്നെ കാശ്മീരൻ, മസ്കി ഇങ്ങനെയുള്ള കുറച്ച് നോട്ടുകൾ ചേർത്ത് ഒരു ഗ്രാസിൻ്റെയൊക്കെ പച്ച പുല്ലിൻ്റെയൊക്കെ ഒരു നോട്ടൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്മെല്ല്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. എല്ലാവർക്കും വർക്കൗട്ട് ആവുന്ന ഒരു പെർഫ്യൂമാണ്. ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാം. ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉപയോഗിക്കാം. അക്വാട്ടിക് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ഷവർ അല്ലെങ്കിൽ ഫ്രഷ് വൈബ് തരുന്ന അല്ലെങ്കിൽ അത്തരം മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടി ഗ്രീൻ ആപ്പിളിഷ് പെർഫ്യൂമാണ് ഈതർ എക്സ്ട്രേറ്റ്. ഇപ്പോൾ ഗ്രീൻലി ട്രൈ ചെയ്തിട്ട് ഇത്രയും രൂപ കൊടുത്ത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്നവർക്ക് ഈ ഒരു പെർഫ്യൂം തീർച്ചയായും വാങ്ങാം, നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും. ഇത് രണ്ടും കമ്പയർ ചെയ്തപ്പോൾ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് സത്യം പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അത്രയ്ക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടാണ്, പ്രിസൈസ് ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ എയറിലാണെങ്കിൽ ഒന്നും പറയാനില്ല, സെയിം ജ്യൂസ് 2 ബോട്ടിലായിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എയറിലും സിമിലർ ആണ്, പിന്നെ ക്ലോത്തിലും ബോഡിയിലും അടിച്ചപ്പോൾ സൂക്ഷിച്ച് നമ്മൾ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഇലക്ട്രോ മൈക്രോസ്കോപ്പിൽ പരിശോധിച്ചാൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10-15,000 രൂപ എക്സ്ട്രാ മുടക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ അട്ടർ ഫൂളിഷ്നെസ് ആണ്. അതിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ ധാരാളം. ഇതാരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ രണ്ടും എക്സ്ട്രീംലി ക്ലോസ് ആണ്, 98% ക്ലോസ് ആയിട്ടുള്ള DNA ആണ്, ഒരു വ്യത്യാസമില്ല. ഇതിൻ്റെ ലോങ്ജിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പെർഫ്യൂം മിനിമം ഒരു 60 ദിവസം അല്ലെങ്കിൽ ഒരു 90 ദിവസമെങ്കിലും നിങ്ങളുടെ കയ്യിലിരുന്ന് ഒരു 5-6 തവണ അല്ലെങ്കിൽ ഒരു 10-12 തവണ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 3 മാസമെങ്കിലും മിനിമം നിങ്ങൾ വെച്ചിരിക്കണം. 3 മാസം അടച്ചുപൂട്ടി ഇരുട്ടും മുറി കൊണ്ട് പൂട്ടിയിടണം. സെറ്റായിട്ട് വേണം ഇത് ട്രൈ ചെയ്യാൻ, എങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇത് സെറ്റാവും. കുറേ കൂടി നല്ല രീതിയിൽ പ്രൊജക്ഷൻ ഉണ്ടാവും. ഒരു പെർഫ്യൂമർ എപ്രകാരമാണോ അത് മേക്ക് ചെയ്തത് അതേ രീതിയിൽ കിട്ടണമെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്താലായിരിക്കും വർത്താവുക, അല്ലെങ്കിൽ പെർഫോമൻസ് കിട്ടുക. അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ മാറി ഇതിനകത്ത് എയർ നിറഞ്ഞിട്ട് ഓക്സിഡേഷൻ സംഭവിക്കണം. ഓക്സിഡേഷൻ സംഭവിച്ചാൽ മാത്രമേ ആ മാസറേഷൻ പ്രോസസ്സ് പൂർത്തിയാവൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സമയം കൊടുക്കണം. വാങ്ങിയിട്ട് ഉടനെ അടിച്ചിട്ട് അയ്യോ നിങ്ങൾ പറഞ്ഞ പോലെ ലാസ്റ്റിംഗ് കിട്ടിയില്ല, ലോങ്ജിവിറ്റി ഇല്ല, പ്രൊജക്ഷൻ ഇല്ല, കോംപ്ലിമെന്റ് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കരയരുത്. സമയമെടുക്കും. പെർഫ്യൂം അങ്ങനെയാണ്. ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സമയം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ഫ്രഷ് ബോക്സ് പൊട്ടിച്ച് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം കിട്ടിയപ്പം ഗ്രീൻലി ആണെങ്കിൽ ഇത് ഏകദേശം വാങ്ങിയിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി സെറ്റായിട്ടുണ്ട്. ഈ ഡീഗൻറ്റ് കുറച്ചും കൂടി പൊട്ടൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 5 മണിക്കൂറാണ് എനിക്ക്, 4.5 മണിക്കൂറാണ് മാക്സിമം, ഒരു 4.5 മണിക്കൂറാണ് എനിക്കിത് നിന്ന് കിട്ടിയ ഒരു ലോങ്ജിവിറ്റി. അത് എക്സ്ട്രീം ഹീറ്റ് നല്ല ചൂടുള്ള സമയത്തുള്ള അവസ്ഥയാട്ടോ. 4.5 മണിക്കൂർ കിട്ടി. അതല്ല എങ്കിൽ 5-5.5 മണിക്കൂർ വരെ എനിക്ക് ഗ്രീൻലി നിന്ന് കിട്ടി. ഇതിന് ഏറെക്കുറെ 4 മണിക്കൂറാണ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കും. ഈ രണ്ടിൻ്റെ പെർഫോമൻസ് സെയിം ആയിരിക്കും, പ്രൊജക്ഷനും സെയിം ആയിരിക്കും. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിൽ 1.5 മണിക്കൂറാണ് പ്രൊജക്ഷൻ. അത് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. 1.5 മണിക്കൂർ വരെ നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് ഇത് പ്രൊജക്റ്റ് ചെയ്യും. അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ ഇത് കവർ ചെയ്യുന്നുണ്ട്, ആൾക്കാർ നോട്ടീസ് ചെയ്യും.
അപ്പോൾ 1.5 മണിക്കൂർ നേരത്തേക്ക് സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യുന്നുണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു 3 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മണം കിട്ടുന്ന രീതിയിലേക്ക് ഇത് ചുരുങ്ങും. അപ്പോൾ ഒരു 4-4.5 മണിക്കൂറാണ് ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്ന് പറയാം നിലവിലെ സാഹചര്യത്തിൽ. ഒരു 3 മാസം കഴിയുമ്പോൾ ഇത് കുറേ കൂടി ബെറ്റർ ആവും, കുറച്ചും കൂടി സ്ട്രോങ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പെർഫ്യൂമായിട്ട് ഇത് മാറും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പെർഫ്യൂമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആണ്, മാസ് അപ്പീലിംഗ് ആണ്, ഓൾ ഇയർ അറൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം. ഗ്രീൻലി വാങ്ങാൻ പറ്റാത്തവർക്ക് ഈ പെർഫ്യൂം വാങ്ങാം. ഞാൻ ഈ പറഞ്ഞ മാസറേഷൻ പ്രോസസ്സും ഓക്സിഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലിരിക്കട്ടെ, അതിനൊരു സമയം കൊടുക്കുക. ഏത് സീസൺ ഞാൻ പറഞ്ഞത്, ഇത് ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ മൺസൂണൊക്കെയാണ്, ഈ മഴയുള്ള സമയത്തും ചൂടും തണുപ്പും മഴയും ഒക്കെയുള്ള ഏത് സമയത്തും നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് വർക്കൗട്ടിന് പോകുന്നവർ, ജിമ്മിന് പോകുന്നവരൊക്കെ പലരും പറയാറുണ്ട് നല്ലൊരു പെർഫ്യൂം വേണം, ഫ്രഷ് ആയിരിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ഒരുപാട് വിയർക്കും, ജിമ്മിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ വിയർക്കുമല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം, നിങ്ങൾ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ഇനോഫെൻസീവ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്, യാതൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല, അതോടൊപ്പം തന്നെ നല്ല കോംപ്ലിമെൻറ്റും കിട്ടും. അപ്പോൾ ഇത്രയാണ് എനിക്കൊരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ യൂണിസെക്സ് ആണ്, 2 കൂട്ടർക്കും യൂസ് ചെയ്യാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 3000 താഴെയാണ് എൻ്റെ റേറ്റ് വരുന്നത്. എനിക്ക് കിട്ടിയത് 2900 കിട്ടിയത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ 10-15,000 രൂപ വില വരുന്ന പെർഫ്യൂമിൻ്റെ അതേ ജ്യൂസ് അതേ മണം ഒരു വ്യത്യാസമില്ലാത്ത ഒരു സാധനം നമുക്ക് ഈ റേഞ്ചിൽ കിട്ടുന്നത് നല്ലൊരു ഡീലാണ്. മാസറേഷൻ പ്രോസസ്സും കൂടെ കഴിഞ്ഞിട്ട് ഞാനിത് വ്യക്തമായിട്ട് പറയാം. പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ച് നല്ലൊരു പെർഫ്യൂം, കുറ്റം പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ട്രൈ ചെയ്യാൻ, വാങ്ങാൻ. ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. എനിക്ക് ട്രൈ ചെയ്തപ്പോൾ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വർത്താണ്. അതായത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം. താങ്ക് യു സോ മച്ച്.